അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. സൗത്ത് കരോലിനയിലെ ബാറിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അഖില CP ചേരുന്നുണ്ട്. അഖില, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എത്ര പേർക്കൊക്കെ പരിക്കേറ്റിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശം? അഖില, അമേരിക്കയിൽ ഇന്ന് ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടിയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെയും സമാനമായി വലിയ രീതിയിലുള്ളൊരു വെടിവെപ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൗത്ത് കരോലീനയിലെ സെന്റ് ഹെലീന ദ്വീപിലുള്ള വില്ലീസ് ബാറിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ദിവസേന ആളുകൾ ബാറിലെത്തുന്നതും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ പരിസരത്തുണ്ട്. അപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. ആ സമയത്താണ് വലിയൊരു ആൾക്കൂട്ടത്തേക്ക് അക്രമി വന്ന് വെടിയുതിർത്തത്. അപ്പോൾ അക്രമി ആരാണ് എന്നുള്ളതിൽ ഇതുവരെ അക്രമിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പലരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം കയറിയാണ് അഭയം പ്രാപിച്ചത്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ഭൂരിഭാഗം പേരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ മിസിസിപ്പിയിലെ ലെലാൻഡ് നഗരത്തിലായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. ഹോം കമ്മിങ് ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പേർ ഒത്തുകൂടിയപ്പോഴായിരുന്നു അവിടെ ആക്രമണം ഉണ്ടായത്. അതിലും 4 മരണം സ്ഥിരീകരിച്ചിരുന്നു. 16ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ ആക്രമണം കഴിഞ്ഞ് വെറും 24 മണിക്കൂർ പൂർത്തിയാകുമ്പോഴാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അഖില CP ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.